നമസ്കാരം. അസ്സലാമു അലൈക്കും. COVID-19 കൊറോണ വൈറസ് പാൻഡമിക്കിന്റെ പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് മിക്കവാറും രാജ്യങ്ങളിൽ സമൂഹ വ്യാപനം അഥവാ കമ്മ്യൂണിറ്റി ട്രാൻസ്മിഷൻ തടയുന്നതിനു വേണ്ടിയും പ്രതിരോധിക്കുന്നതിനു വേണ്ടിയും മിക്കവാറും രാജ്യങ്ങളിൽ പബ്ലിക് പീപ്പിൾ അഥവാ പൊതുജനങ്ങൾ മാസ്ക് ധരിക്കുന്നതിൽ തെറ്റില്ല എന്ന് ഇപ്പോൾ നിർദ്ദേശിക്കപ്പെടുന്നു. ചില രാജ്യങ്ങളിലെങ്കിലും മാസ്ക് ധരിക്കുന്നത് നിർബന്ധമാക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില രാജ്യങ്ങളിൽ അത് സാധാരണ രീതിയിൽ റെക്കമെൻഡ് ചെയ്യപ്പെടുന്നില്ല എങ്കിൽ പോലും പൊതുവിൽ ലോകത്തെമ്പാടുമുള്ള ജനങ്ങൾ അത് ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളത് വസ്തുതയാണ്. എന്നാൽ അതിനെ സംബന്ധിച്ച് ഒരു പ്രത്യേകമായിട്ടുള്ള കാര്യം പറയാനുള്ളത്, മാസ്ക് ഉപയോഗിക്കുന്നത് എങ്ങനെ അല്ലെങ്കിൽ കൃത്യമായി അതെങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നാം അറിയേണ്ടതുണ്ട്. അതല്ലെങ്കിൽ മാസ്ക് ധരിക്കുന്നത് ഒരുപക്ഷെ അപകടകരമായിട്ടുള്ള ഒരു വ്യാപനത്തിലേക്ക് പോലും വഴിവെക്കാം എന്നുള്ളതും ശാസ്ത്ര വിശാരദന്മാരും ഹെൽത്ത് വർക്കേഴ്സും സൂചിപ്പിച്ചിട്ടുണ്ട്, ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഈ ഒരു ചെറിയ ഡെമോ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് മാസ്ക് ധരിക്കുന്നത് എങ്ങനെ, അത് എങ്ങനെ കൃത്യമായിട്ട് കൈകാര്യം ചെയ്യണം, എങ്ങനെ അത് ഡിസ്കാർഡ് ചെയ്യണം എന്നതിനെ കുറിച്ചെല്ലാമാണ്. സാധാരണ രീതിയിൽ ഈ ഒരു മാസ്ക് നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു മാസ്കിനെ സാധാരണ രീതിയിൽ പറയുന്നത് മാസ്ക് എന്നല്ല, റെസ്പിറേറ്റർ എന്നാണ്. N95 എന്ന് പറയുന്ന റെസ്പിറേറ്റർ. ഈ മാസ്ക് പൊതുവിൽ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും അത് നിഷ്കർഷിക്കുന്നതിൽ നിന്നും പല രാജ്യങ്ങളും അത് നിഷ്കർഷിക്കുന്നില്ല, പൊതുജനങ്ങൾ ധരിക്കണമെന്ന് ആവശ്യപ്പെടുന്നില്ല. കാരണം ഇത് കുറച്ചും കൂടി വില കൂടിയ കോസ്റ്റ്ലി ആയിട്ടുള്ള ചില പ്രത്യേക സാഹചര്യങ്ങളിൽ ഉപയോഗിക്കേണ്ട ഒരു മാസ്ക് ആണ് ഈ N95 എന്ന് പറയുന്ന റെസ്പിറേറ്ററി മാസ്ക്. മിക്കവാറും രാജ്യങ്ങളിൽ ഇതിന് ദൗർലഭ്യം അനുഭവപ്പെടും. അതുപോലെ തന്നെ അങ്ങനെ പൊതു സാമാന്യ ജനങ്ങൾ ഉപയോഗിക്കുന്ന ഘട്ടം വന്നാൽ ആവശ്യ ഘട്ടങ്ങളിൽ ആവശ്യമുള്ള ആളുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും ഒരു ദൗർലഭ്യം ഏർപ്പെടും എന്നുള്ളത് കൊണ്ടാണ് ഇത്തരം മാസ്കുകൾ പൊതുജനങ്ങൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പൊതുവെ എല്ലാ രാജ്യങ്ങളും ഒരു 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 നിബന്ധന ഏർപ്പെടുത്തിയിട്ടുള്ളത്. ഈ N95 മാസ്ക് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഫിൽട്ടറിംഗ് എഫിഷ്യൻസി എന്ന് പറയുന്നത് 95 ആണ്. അതുകൊണ്ടാണ് N95 എന്ന് പേര് കൊടുത്തിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 95% പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിവുള്ള, ഇത്തരത്തിലുള്ള മൈക്രോബുകളുടെ വ്യാപനത്തെ തടയാൻ കഴിയുന്ന എഫിഷ്യൻസിയുള്ള മാസ്കുകളാണ് N95 മാസ്കുകൾ. ഇത് പൊതുവിൽ ധരിക്കുന്നത് COVID-19 കൊറോണ വൈറസ് പേഷ്യൻസുമായി ഇടപെടുന്ന ആരോഗ്യ പ്രവർത്തകരോ അതല്ലെങ്കിൽ COVID-19 കൊറോണ വൈറസ് ബാധിച്ച രോഗികളോ അതല്ലെങ്കിൽ ആ രോഗികളെ പരിചരിക്കുവാൻ വേണ്ടി നിയോഗിക്കപ്പെട്ട ഹെൽത്ത് വർക്കേഴ്സോ അതല്ലെങ്കിൽ ബൈസ്റ്റാൻഡേഴ്സോ അതല്ലെങ്കിൽ അവരുടെ റിലേറ്റീവ്സോ ആയിട്ടുള്ള ആളുകൾ, അവരിൽ നിന്ന് വ്യാപനം നടക്കുവാനുള്ള സാധ്യത വളരെ കൂടുതലായതുകൊണ്ട് അവർക്ക് മാക്സിമം പ്രൊട്ടക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടിയുള്ള മാർഗങ്ങളിൽ ഒരു മാർഗമാണ് ഈ 95. ഇത് പൊതുവിൽ നാം ഉപയോഗിക്കേണ്ടതില്ല, പൊതുജനങ്ങൾ ഉപയോഗിക്കേണ്ടതില്ല. അതിന് പകരമായി സാധാരണ രീതിയിൽ ആളുകൾ ഉപയോഗിക്കുന്നത് ഇത്തരത്തിലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സർജിക്കൽ മാസ്ക് എന്ന് പറയുന്ന ഡിസ്പോസബിൾ മാസ്ക് ആണ്. ഇതിന്റെ എഫിഷ്യൻസി ഏകദേശം 60% മുതൽ മാക്സിമം 80% എന്നാണ് കണക്ക്. എങ്കിൽ പോലും പൊതുജനങ്ങൾ ഇത്തരത്തിലുള്ള ഒരു മാസ്ക് ഉപയോഗിക്കുമ്പോൾ അവരുടെ സ്രവങ്ങൾ അവരിലേക്ക് തന്നെ നിൽക്കുകയും പുറത്തേക്ക് പോകാതിരിക്കുകയും ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടും മറ്റൊരാൾ മാസ്ക് ധരിക്കുമ്പോൾ അവരിൽ നിന്നും നമുക്ക് പ്രൊട്ടക്ഷൻ കിട്ടുന്നു എന്നുള്ളത് കൊണ്ടും ഈ മാസ്കുകൾ പൊതുവിൽ പൊതുസ്ഥലങ്ങളിൽ, ക്രൗഡഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ, ആളുകൾ സാമാന്യേന തിങ്ങി നിൽക്കുന്ന ഇടങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള മാസ്കുകൾ ഉപയോഗിക്കുന്നത് പ്രൊട്ടക്ഷൻ നൽകും എന്ന് ആരോഗ്യവകുപ്പ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. എന്നാൽ ഈ മാസ്ക് ഉപയോഗിച്ചത് കൊണ്ട് ഇനി നമുക്ക് അടുത്തിടപഴകാം, കൈ കഴുകേണ്ട കാര്യമില്ല, മറ്റുള്ളതെല്ലാം നിത്യജീവിതത്തിൽ ചെയ്യുന്നതെന്തും അതെല്ലാം ചെയ്യാമെന്ന് ധരിക്കരുത്. ഇത് ഒരു അഡീഷണൽ പ്രൊട്ടക്ഷൻ മാത്രമാണ്. COVID-19 കൊറോണ വൈറസ് തടയുന്നതിനു വേണ്ടി ആവശ്യമുള്ളത് സാമൂഹിക അകലവും ഹാൻഡ് വാഷും തന്നെയാണ് എന്ന് നാം മനസ്സിലാക്കണം. അതിന്റെ കൂടെ ഈ മാസ്കും കൃത്യമായ രീതിയിൽ കൃത്യതയോടുകൂടി ഉപയോഗിച്ചാൽ അത് നല്ല രീതിയിലുള്ള പ്രൊട്ടക്ഷൻ കൊടുക്കും എന്നുള്ളതാണ് വസ്തുത.
പരസ്പരമുള്ള അകലം 2 മീറ്ററിൽ കൂടുതലാക്കുക, അതല്ലെങ്കിൽ 6 അടിയിൽ കൂടുതലാക്കുക. എപ്പോഴെല്ലാം നമുക്ക് കണ്ടാമിനേഷൻ ഉണ്ടെന്ന് വരുന്നുവോ, എപ്പോഴെല്ലാം കൈകൾ ശുദ്ധമല്ലെന്ന് വിശ്വസിക്കുന്നുവോ അപ്പോഴെല്ലാം കൃത്യമായും സോപ്പും വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കൈ കഴുകുകയോ അതല്ലെങ്കിൽ സാനിറ്റൈസേഴ്സ് ഉപയോഗിച്ച് അണുവിമുക്തമാക്കുകയോ ചെയ്യണം. അതിന് തന്നെയാണ് പ്രാധാന്യം. അതിന്റെ കൂടെയുള്ള ചില അസിസ്റ്റീവ് പ്രൊട്ടക്ഷൻ ബാരിയേഴ്സ് മാത്രമാണ് സർജിക്കൽ മാസ്ക്. ഇതെങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് ഇതൊരു സർജിക്കൽ മാസ്ക് ആണ്. ഇപ്പോൾ ചില രാജ്യങ്ങളിൽ ക്ലോത്ത് മാസ്കുകളും ഉപയോഗിക്കാം എന്ന് CDC തന്നെ നിർദ്ദേശം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതും അവൈലബിലിറ്റി, ദൗർലഭ്യം എന്നതിനൊക്കെ ആശ്രയിച്ചുകൊണ്ടാണ് ക്ലോത്ത് മാസ്കുകൾ ഉപയോഗിക്കാം. അത് മിക്കവാറും കോട്ടൺ ഫാബ്രിക് കൊണ്ടുള്ളതാണ് അത്രയും നന്ന്. 2 ലെയറെങ്കിലും വേണം. അതിന്റെ ഒരു ഗുണം നമുക്ക് പിന്നീട് സോപ്പും വാട്ടർ ഉപയോഗിച്ചുകൊണ്ട് കഴുകി ശുദ്ധിയാക്കി വീണ്ടും ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ളതാണ്. പക്ഷേ ഇത്തരത്തിലുള്ള കമേഴ്ഷ്യലായിട്ട് അവൈലബിൾ ആയിട്ടുള്ള സർജിക്കൽ മാസ്കുകൾ ഒരു കാരണവശാലും 2ാം വട്ടം ഉപയോഗിക്കരുത്. ഒരു വട്ടം ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഏകദേശം 6 മണിക്കൂറോ 7 മണിക്കൂറോ 8 മണിക്കൂറോ ഉപയോഗിച്ചു കഴിഞ്ഞാൽ പിന്നീട് അത് തിരിച്ചുപയോഗിക്കരുത്, കൃത്യമായി ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. ഇത്തരം ഒരു മാസ്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ ഈ മാസ്കിന് ഒരു റെക്ടാങ്കുലർ സർഫസ് ഉണ്ട്. ഒരു കാരണവശാലും ഈ മാസ്കിന്റെ പുറത്തോ അകത്തോ ഈ സർഫസുകളിൽ നിങ്ങളുടെ കൈ വന്ന് തുടവാൻ പാടുള്ളതല്ല. ഐഡിയൽ സിറ്റുവേഷനിൽ ഇതൊരു കാരണവശാലും നിങ്ങളുടെ കൈകളുമായി സമ്പർക്കമുണ്ടാകാൻ പാടുള്ളതല്ല. കാരണം പേഷ്യന്റിന്റെ മറ്റൊരാളുടെ സ്രവം ഇതിന്റെ സർഫസിൽ വീണാലോ, നിങ്ങളുടെ സ്രവം തന്നെ ഇതിന്റെ സർഫസിൽ വീണാലോ, ഇനി ഏതെങ്കിലും കാരണവശാൽ ആ സ്രവത്തിൽ വൈറസ് ഉണ്ടെങ്കിൽ ഈ മാസ്ക് കണ്ടാമിനേറ്റഡ് ആവുകയും അത് പിന്നീട് കയ്യിൽ ടച്ച് ചെയ്താൽ നിങ്ങളുടെ മുഖത്തിലേക്ക് വന്നാൽ അത് നിങ്ങളിലേക്ക് വ്യാപനം നടക്കാൻ സാധ്യതയുമുണ്ട് എന്നുള്ളത് വളരെയധികം മനസ്സിലാക്കണം. അപ്പോ ഏത് മാസ്ക് ധരിക്കുന്നതിന് മുമ്പും ശേഷവും കൈകൾ ശുദ്ധമായിട്ടിരിക്കണം. ഒന്നില്ലെങ്കിൽ സോപ്പ് ആൻഡ് വാട്ടർ കൊണ്ടോ അതല്ലെങ്കിൽ സാനിറ്റൈസർ കൊണ്ടോ നിങ്ങളുടെ കൈ കൃത്യമായി ശുദ്ധീകരിച്ചിരിക്കണം എന്ന് മുൻകൂട്ടി മനസ്സിലാക്കേണ്ടതുണ്ട്. ഇനി ഈ മാസ്കിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ നോക്കുമ്പോൾ ഈ ഭാഗത്ത് ഏകദേശം നീല കളറും ഇങ്ങനെ തിരിച്ചു വെച്ചാൽ ഏകദേശം വെള്ള കളർ, ഒരു റീസണബിളി ഒരു വൈറ്റ് സർഫസ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാവുന്നതാണ്. അതിൽ ഈ ഡാർക്ക് കളർ, അതായത് ബ്ലൂ കളറുള്ള ഈ സർഫസ് ആണ് പുറത്തേക്ക് വരേണ്ടത്. ഈ വൈറ്റ് കളറുള്ള സർഫസ് ആണ് മുഖത്തിന്റെ മേലെ വരുന്ന ഭാഗം. അപ്പൊ ഇത് പുറത്തും ഇത് അകത്തുമാണ് വരേണ്ടത്. ഇനി ഇതെങ്ങനെ മുകളും താഴും നിശ്ചയിക്കുമെന്ന് ചോദിച്ചാൽ മിക്കവാറും എല്ലാ മാസ്കുകളിലും ഒരു ഭാഗത്ത് ഇതുപോലുള്ള ഒരു തകിട് പോലുള്ള ഒരു കമ്പി പോലുള്ള ഒരു വസ്തു ഇതിന്റെ ഉള്ളിൽ തുന്നി പിടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. അത് ഒരു ഭാഗത്ത് ഉണ്ടാവുകയില്ല, ഒരു ഭാഗത്ത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഈ തകിടുള്ള ഭാഗമാണ് മുകളിലേക്ക് വെക്കേണ്ടത്. എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നാം മാസ്ക് വെച്ചതിന് ശേഷം നോസിന്റെ പുറത്ത് വെച്ചതിന് ശേഷം ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിന് എയർ ടൈറ്റ് ആയിട്ടുള്ള കുറേയും കൂടി സുരക്ഷിതമായ രീതിയിലുള്ള സീല് കൊടുക്കുന്നതിന് വേണ്ടിയാണ് ഈ തകിട് വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ മറ്റൊന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു കാണും, ഈ മാസ്കിൽ 3 ഫ്ലീറ്റുകൾ ഉള്ളതായി കാണാം. ആ ഫ്ലീറ്റുകൾ ഇത് വലിച്ചു വെക്കുമ്പോൾ നമ്മുടെ താടിയലിന്റെ താഴെ വന്ന് കൃത്യമായി വായ മൂടി നിൽക്കുന്നതിന് സഹായിക്കുന്ന ഒരു അറേഞ്ച്മെന്റ് ആണ്. ഇതാണ് അതിൻ്റെ. അപ്പോ നമുക്കറിയാം ഇത് പിൻഭാഗത്തേക്ക് വരുന്നു, ഇത് പുറത്തേക്ക് വരുന്നു, ഇത് മുകളിലേക്ക് വരുന്നു, ഇത് താഴേക്ക് വരുന്നു. അപ്പൊ ഈ രീതിയിലാണ് മാസ്ക് നമ്മൾ കെട്ടേണ്ടത്. എപ്പോഴും നമ്മൾ മാസ്ക് എടുക്കുമ്പോൾ ഒരു കാരണവശാലും ഈ സർഫസിൽ തട്ടി ഇങ്ങനെ വെക്കുകയോ ഇങ്ങനെ പിടിച്ച് എടുക്കുകയോ ചെയ്യരുത്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കൈ ഇതുമായിട്ട് കണ്ടാമിനേഷൻ അല്ലെങ്കിൽ കോണ്ടാക്ട് വന്നു കഴിഞ്ഞു, അത് സ്വീകാര്യമല്ല. നമ്മൾ എപ്പോഴും കൈ വൃത്തിയാക്കിയതിനു ശേഷം ചില മാസ്കുകളിൽ ഇത്തരത്തിലുള്ള ത്രെഡുകൾ ആയിരിക്കും ഉണ്ടാവുക, ചില മാസ്കുകളിൽ റബ്ബർ ബാൻഡ് ലൂപ്പുകളായിരിക്കും ഉണ്ടാവുക. വാട്ട് എവർ ഇറ്റ് ഈസ്, നമ്മൾ ഇത്തരത്തിലുള്ള രീതിയിലാണ് മാസ്ക് പിടിക്കേണ്ടത്. എപ്പോഴും ടൈയിലോ അതല്ലെങ്കിൽ ഇതിന്റെ എഡ്ജിലോ മാത്രമേ നമ്മൾ പിടിക്കാൻ പാടുകയുള്ളൂ. അതിനുശേഷം വളരെ കൃത്യമായി ഏകദേശം മൂക്കിന്റെ മിഡിൽ ഭാഗത്ത് വരുന്ന ഈ തകിടിന്റെ ഭാഗം വരുന്ന വിധത്തിൽ വെച്ചതിന് ശേഷം ഈ മുകളിലുള്ള ത്രെഡ് ചെവിയുടെ മുകളിലേക്ക് പോയി ഇവിടെ കെട്ടുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കെട്ടിയതിനു ശേഷം അത് കെട്ടുമ്പോൾ മുറുക്കി കെട്ടാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ലൂപ്പ് പോലെയാണ് കെട്ടേണ്ടത്, കാരണം നമുക്കത് കൃത്യമായിട്ട് അഴിച്ചെടുക്കേണ്ടതുണ്ട്. അതിനുശേഷം പിന്നീട് ഈ താഴെയുള്ള ഈ ഭാഗം ഈ ഫ്ലീറ്റ് നിവരുന്നതിന് വേണ്ടി വലിച്ചു വെക്കുകയും കൃത്യമായി
ഈ എഡ്ജ്, താഴെയുള്ള ഈ എഡ്ജ് താടിയലിന് താഴെ കൃത്യമായി വന്നു എന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം താഴെയുള്ള ഭാഗം കെട്ടുകയുമാണ് ചെയ്യേണ്ടത്. അങ്ങനെ കെട്ടിയതിനു ശേഷം നമുക്കറിയാം മൂക്കിന്റെ ഏകദേശം മധ്യഭാഗത്ത് മുതൽ താടിയലിന്റെ താഴഭാഗം വരെയുള്ള ഏരിയാസും മുഖത്തിന്റെ ഏകദേശം പകുതി ഭാഗവും റൈറ്റ് ആൻഡ് ലെഫ്റ്റും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. ഇത് കൃത്യമായി പ്രൊട്ടക്ഷൻ ആയതിനു ശേഷം പിന്നീട് ജെന്റിലായി ഈ തകിട് മൂക്കിന്റെ മുകളിലുള്ള ഈ ഭാഗത്ത് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് ഇങ്ങനെയാണ് നാം മാസ്ക് ഉപയോഗിക്കേണ്ടത്. ഇനി മാസ്ക് അഴിക്കുമ്പോഴും നാം ചെയ്യേണ്ടത് ആദ്യം തന്നെ താഴെയുള്ള ത്രെഡ് അഴിച്ചു വെച്ചതിന് ശേഷം പിന്നീട് മുകളിലുള്ള ഈ ത്രെഡ് അഴിച്ചു വെച്ചതിന് ശേഷം ഈ എഡ്ജിൽ പിടിച്ചുകൊണ്ട്, അതായത് ഈ ത്രെഡിലോ അതല്ലെങ്കിൽ ലൂപ്പിലോ പിടിച്ചുകൊണ്ട് ഇത്തരത്തിൽ പിടിച്ചുകൊണ്ട് വേണം നാം അത് കൃത്യമായിട്ട് ഡിസ്കാർഡ് ചെയ്യാൻ. ഒരു കാരണവശാലും ഉപയോഗിച്ച മാസ്കിന്റെ ഈ സർഫസുകളിൽ പിടിച്ചുകൊണ്ട് പോക്കറ്റിൽ വെക്കുകയോ ബാഗിൽ വെക്കുകയോ അല്ലെങ്കിൽ ഡിസ്കാർഡ് ചെയ്യാൻ വേണ്ടി കൊണ്ടുപോവുകയോ ചെയ്യരുത്. കൃത്യമായി ഈ ടൈയിൽ പിടിച്ചുകൊണ്ടായിരിക്കണം ഇത് ഡിസ്കാർഡ് ചെയ്യേണ്ടത്. അതിനുശേഷം നമ്മൾ വീണ്ടും കൈ നല്ലവണ്ണം സോപ്പിട്ട് കഴുകുകയോ സാനിറ്റൈസ് ചെയ്യുകയോ ചെയ്യണം. ഈ രീതിയിലാണ് നാം മാസ്ക് ഉപയോഗിക്കേണ്ടത്. ഇത്തരത്തിൽ മാസ്ക് ഉപയോഗിച്ചാൽ കൃത്യമായി പ്രൊട്ടക്ഷൻ അത് കൊടുക്കുകയും അത് നല്ല രീതിയിൽ വ്യാപനം തടയുന്നതിന് സഹായിക്കുമെന്നും ശാസ്ത്ര വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഒരു കാര്യം ശ്രദ്ധിക്കുക, സാമൂഹ്യ അകലവും അതുപോലെ തന്നെ ഹാൻഡ് വാഷിങ്ങും തന്നെയാണ് പ്രധാനമായിട്ടുള്ള മാർഗങ്ങൾ.